ലോകം നടുങ്ങുകയും നമ്മളുടെ ഉള്ളു പിടയുകയും ചെയ്ത ദുരന്തത്തിന്റെ സാക്ഷ്യപത്രങ്ങളിലേക്കാണ് കുവൈറ്റിലെ അഗ്നിബാധ. ആ കുവൈറ്റിലെ അഗ്നിബാധയിൽ 11 മലയാളികളുടെ ജീവനാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് പൊലിഞ്ഞിരിക്കുന്നത്. അതെ, അതിൽ മരണസംഖ്യ അതായത് സ്ഥിരീകരിച്ചിരിക്കുന്നതാണ് 11, 16 വരെ ആകാം എന്നും പറയുന്നു. ഐഡന്റിഫിക്കേഷൻ കഴിയുമ്പോൾ മാത്രമാണ് കൃത്യമായി നമുക്ക് കണക്കറിയാൻ കഴിയുക. നമ്മൾ തിരിച്ചറിഞ്ഞവരിൽ ചിലരുടെ വീടുകളിലേക്ക് ഞങ്ങളുടെ പ്രതിനിധികൾ എത്തിയിട്ടുണ്ട്. മരിച്ചവരിൽ 2 പേർ പത്തനംതിട്ട സ്വദേശികളാണ് എന്നാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അതെ, പന്തളം മുടിയൂർക്കോണം ഐരാനിക്കുഴി സ്വദേശി ആകാശ് ശശിധരൻ നായർ 32 വയസ്സായിരുന്നു. വാഴമുട്ടം സ്വദേശിയായ 54 വയസ്സുള്ള PV മുരളീധരനും ഈ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുന്നു. പ്രവീൺ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? എന്താണ് അവിടെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ പറയുന്നത്? എപ്പോഴാണ് ഇവർ ഈ വിവരം അറിഞ്ഞത്? വീട്ടുകാർ ഈ വിവരം അറിഞ്ഞിട്ടുണ്ടോ? അരുൺ, സുജയ, ഞാനിപ്പോൾ നിൽക്കുന്നത് പന്തളത്താണ്. പന്തളത്ത് ഈ കുവൈറ്റിൽ ഉണ്ടായ തീപിടുത്തത്തിൽ മരിച്ച ആകാശ് എസ് എന്ന യുവാവിൻ്റെ വീടിന് മുന്നിലാണ് നിൽക്കുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി തന്നെ ഈ വിവരം വീട്ടുകാർ അറിഞ്ഞു. ധാരാളം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്, ബന്ധുക്കൾ ഒപ്പം എല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് വീടിനെ സംബന്ധിച്ച്. കാരണം ആകാശ് എന്ന് പറയുന്ന യുവാവ് 8 വർഷത്തോളമായി കുവൈറ്റിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. കഴിഞ്ഞ 1.5 വർഷം മുമ്പ് വീട്ടിലേക്ക് എത്തിയിരുന്നു, അവധിക്കെത്തിയിരുന്നു. അതിനുശേഷം പോയി. ഈ ഓണത്തിന് തിരിച്ച് വീട്ടിലേക്ക് വരാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു ആകാശ്. അതിനിടയിലാണ് ഈ വളരെ ദാരുണമായിട്ടുള്ള ഈ ഒരു സംഭവം നടന്നത്. അതിൻ്റെ ഒരു വിഷമത്തിലും ഒപ്പം തന്നെ അത് എങ്ങനെ പറയണമെന്നറിയില്ല, ആളുകൾക്കെല്ലാം വളരെ ദുഃഖമാണ്. ഈ നാട്ടുകാർക്കെല്ലാം വളരെ പ്രിയപ്പെട്ട ഒരു ചെറുപ്പക്കാരനായിരുന്നു ആകാശ്. വീട്ടിലിപ്പോൾ അമ്മയും സഹോദരിയുമുണ്ട്. 2 പേരാണ്, മക്കളാണ് ഇവിടെയുള്ളത്. അച്ഛൻ നേരത്തെ മരിച്ചു പോയതാണ്. അമ്മയുടെ ഏക ആശ്രയം ഈ മകൻ തന്നെയായിരുന്നു. മൂത്ത ഒരു സഹോദരിയുണ്ട്, സഹോദരിയെ വിവാഹം കഴിച്ച് അയച്ചതാണ്. അമ്മയും അടുത്ത ഓണത്തിന് മകൻ വരുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. നമ്മൾ വീടിനകത്തേക്ക് നമ്മൾ കയറിയില്ല, പുറത്താണ്, റോഡിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ പന്തളത്തെ ഈ വാർഡിൻ്റെ, പന്തളം നഗരസഭയിൽ ഉൾപ്പെട്ട ഒരു സ്ഥലമാണത്. വാർഡ് കൗൺസിലർ നമ്മോടൊപ്പമുണ്ട്. കൗൺസിലർ പഠിപ്പിച്ച കുട്ടിയാണല്ലേ? അതെ, പഠിക്കുന്ന സമയത്ത് തന്നെ നല്ല മിടുക്കന്, നല്ല ബെസ്റ്റ് സ്റ്റുഡന്റ്. മറ്റുള്ള കുട്ടികളോടാണെങ്കിലും നമ്മളോടാണ്, മുതിർന്നവരോടൊക്കെ നല്ല പെരുമാറ്റ രീതിയും നല്ല സ്വഭാവമുള്ള ഒരു കുട്ടി തന്നെയാണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വിവരം, ആദ്യം എങ്ങനെയാണ് ഈ വിവരം അറിഞ്ഞത്? ഞങ്ങൾ ഇങ്ങനെ മിസ്സിംഗ് ആണ്, ഈ കുവൈറ്റിൽ ഇങ്ങനെ തീപിടുത്തം സംഭവിച്ചു എന്നൊരു 1:30-2 മണിയോട് കൂടി അറിഞ്ഞു. പക്ഷേ ഈ വിവരം അറിയുന്നത് നമ്മൾ 5:30-6 മണിക്കാണ് അറിയുന്നത്. ഇതുപോലെ കുവൈറ്റിൽ നിന്ന് ഒരു ഫ്രണ്ട് വിളിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പറയുന്നത്. ആ കുട്ടിയുടെ, ഈ മരിച്ച കുട്ടിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പാസ്പോർട്ടിൽ നിന്നെടുത്ത ഫോട്ടോ ഉൾപ്പെടെയാണ് നമുക്ക് ഫോർവേഡ് ചെയ്തു തന്നത്. അങ്ങനെയാണ് സംഭവം അറിയുന്നത്. അവിടെ നിന്ന് നിങ്ങൾ ആരെങ്കിലും ബന്ധപ്പെടുന്നുണ്ടോ? നിങ്ങൾക്ക് അവിടെ ആരുമായിട്ടെങ്കിലും സംസാരിക്കാനോ ഒക്കെ കഴിയുന്നുണ്ടോ? ഞങ്ങൾക്കിപ്പം കഴിയുന്നത് നമ്മുടെ ഈ പയ്യൻ്റെ തന്നെ ഒരു ഫ്രണ്ട് അവിടെ കുവൈറ്റിൽ ജോലി ചെയ്യുന്നുണ്ട്. ആ കുട്ടി ഈ ദാരുണമായ സംഭവം നടന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ്, എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ള വിവരം അറിയിക്കുന്നുണ്ട്. അരുൺ, കുവൈറ്റിൽ നിന്നും ആദ്യം ഒരു ഫോൺ കോളാണ് ഇവിടെയുള്ള ഒരു പ്രദേശവാസിക്ക് വന്നത്. അപ്പോൾ അവിടെ നിന്നുള്ളൊരു പട്ടികയിൽ ഈ ചെറുപ്പക്കാരൻ്റെ പേരും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെയുള്ള ബന്ധുക്കളെയാണ് ആദ്യം വിവരം അറിയിച്ചത്. അമ്മയെയും സഹോദരിയും ഒന്നും വിവരം അറിയിച്ചിരുന്നില്ല ആ സമയത്ത്. പിന്നീട് അവിടെ നിന്ന് ഫോൺ വിളിച്ച ആൾ പറയുന്നത് ഒരു തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ചെറുപ്പക്കാരനോടൊപ്പമായിരുന്നു ആകാശ് അവിടെ ഒരു മുറിയിൽ കഴിഞ്ഞിരുന്നത്. ഈ സംഭവം നടന്നപ്പോൾ തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള യുവാവ് ഓടിപ്പോകുന്നത്, ഇവർ 2 പേരും ഓടിപ്പോകുന്നത് കണ്ടു എന്ന് ഫോൺ വിളിച്ച ആൾ പറഞ്ഞിരുന്നു. പക്ഷേ ഈ തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ആൾക്ക് ജീവഹാനി സംഭവിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ബന്ധുക്കളൊക്കെ കരുതിയത് ആകാശും ആ കൂട്ടത്തിൽ രക്ഷപ്പെടുമായിരിക്കുമെന്നായിരുന്നു. പിന്നീട് വൈകിട്ട് 5 മണിയോട് കൂടിയാണ് ആശുപത്രിയിൽ പോയി അവിടുത്തെ അധികാരികളിൽ നിന്നും ഈ പട്ടിക നോക്കി അത് ആകാശ് തന്നെയാണെന്ന് അവിടെയുള്ള ആൾക്ക് മനസ്സിലായത്. പിന്നീട് ബന്ധുക്കളെ, ഇപ്പോൾ HR വിഭാഗത്തിന്റെ പട്ടികയെക്കുറിച്ചാണ് പ്രവീൺ ഇപ്പോൾ സൂചിപ്പിച്ചത്. പ്രവീണിലേക്ക് നമുക്ക് തിരികെ എത്താം.